അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇലയിലേക്കുള്ള മാവ് കുഴയ്ക്കുകയാണ്. ഇത് നമ്മൾ അരിമാവും കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ചൂടുവെള്ളത്തിലാണ് ഇത് കുഴച്ച് വെക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ്നെസ്സും കൂടെ കിട്ടും. കുഴച്ചിട്ട് കുറച്ച് നേരം വെച്ചിരിക്കണം. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആവുന്നത് മാവ്. അപ്പോൾ നമ്മൾ ഇലയിലേക്കുള്ള മിക്സ് റെഡിയാക്കുകയാണ്. അതിൽ ശർക്കര പാനി ഒഴിച്ചു. പിന്നെ ചെറിയ കദളിപ്പഴം ചെറുതായിട്ട് അരിഞ്ഞിടുകയാണ്. നമ്മളിതിനകത്തോട്ട് അവലും കൂടെ ഇടുകയാണ്. അവൽ നമുക്ക് ആവശ്യത്തിന് അവലിട്ടു. അതിലോട്ട് കുറച്ച് ഏലക്കാപ്പൊടി, കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു. അപ്പം ശർക്കരപ്പാനി, അതേപോലെ നെയ്യ്, പഴം, അവൽ, കുറച്ച് ഏലക്കാപ്പൊടി ഇതെല്ലാം കൂടെ നല്ലോണം നമ്മൾ മിക്സ് ചെയ്യണം. ഈ മിക്സാണ് നമ്മുടെ ഈ മാവിനകത്ത് വെച്ചിട്ട് നമ്മൾ ഇലയിലേക്ക് റെഡിയാക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ മാവ് ഫസ്റ്റ് ഇങ്ങനെ എടുത്തു. വട്ട ഇലയാണ് ഉപയോഗിക്കുന്നത്. അതിലോട്ട് മാവ് പരത്തണം. കൈ കൊണ്ട് തന്നെ പരത്താവുന്നതേ ഉള്ളൂ. എന്നിട്ട് അതിലേക്ക് നമ്മൾ സ്പെഷ്യൽ മിക്സ് ഉണ്ടല്ലോ, നേരത്തെ എടുത്ത ആ സ്പെഷ്യൽ മിക്സാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അതിലോട്ട് വെച്ച് കൊടുക്കുകയാണ് നടുക്ക്. അതെല്ലായിടും ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തു. എന്നിട്ടിത് നമ്മുടെ ഇല മടക്കണം. നമ്മുടെ ഈ ഇല മടക്കിയിട്ട് എന്നിട്ട് നമ്മളിതൊരു 15 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇലയുടെ റെഡിയാവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സ്പെഷ്യൽ ഇലയുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.